നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടായാലും നിങ്ങൾക്ക് അചഞ്ചലമായ മനക്കരുത്തുണ്ടോ? പരാജയങ്ങളിൽ നിന്ന് വീണ്ടും എഴുന്നേൽക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഗൗരവത്തിൽ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ചാണക്യൻ പറഞ്ഞ ദൈവീകമായ അനുഗ്രഹത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. പ്രപഞ്ചം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ നിഗൂഢമായ സൂചനകൾ എന്തൊക്കെയാണെന്ന് ചാണക്യതന്ത്രങ്ങളിലൂടെ നമ്മളിന്ന് പരിശോധിക്കുന്നു. ആവേശത്തിൽ ഇതുപോലുള്ള പവർഫുൾ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും കളയാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഈ ചാനലിന്റെ ഊർജം. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ പ്രവൃത്തിയും പ്രപഞ്ചത്തിന്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ചാണക്യൻ അദ്ദേഹത്തിന്റെ മഹത്തായ ചാണക്യനീതിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവാനുഗ്രഹം എന്നത് കേവലം അന്ധമായ വിശ്വാസമല്ല, മറിച്ച് അത് നമ്മുടെ മനസ്സിന്റെയും സ്വഭാവത്തിന്റെയും പ്രവൃത്തികളുടെയും ഒരു പ്രതിഫലനമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും വലിയ കാര്യങ്ങൾ കൈവരിക്കുന്നവർക്ക് ജനിക്കുമ്പോഴേ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ ചാണക്യൻ ഇതിനെതിരാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന വലിയ വിജയങ്ങൾ, നിങ്ങൾ നേരിടുന്ന കഠിനമായ പരീക്ഷണങ്ങൾ, നിങ്ങൾ കാണിക്കുന്ന ദയ, ഇതെല്ലാം നിങ്ങൾക്കുണ്ടായേക്കാവുന്ന ദൈവീകമായ അനുഗ്രഹത്തിന്റെ സൂചനകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാർക്കുമില്ലാത്ത ചില സവിശേഷമായ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ? ആളുകൾ നിങ്ങളെ തള്ളിപ്പറയുമ്പോഴും നിങ്ങൾക്കറിയാത്ത ഒരു ശക്തി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കാണണം. കാരണം ചാണക്യൻ പറഞ്ഞ ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ 5 പവർഫുൾ ലക്ഷണങ്ങൾ നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോവുകയാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു സാധാരണക്കാരനല്ല. നിങ്ങൾക്കൊപ്പം പ്രപഞ്ചത്തിന്റെ വലിയൊരു ശക്തിയുണ്ട്. ലക്ഷണം 1. തളരാത്ത പോരാട്ടവീര്യം, ദി അൺസ്റ്റോപ്പബിൾ സ്പിരിറ്റ്. സുഹൃത്തുക്കളെ, ദൈവം ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആദ്യം നൽകുന്നത് സമ്പത്തോ സുഖസൗകര്യങ്ങളോ അല്ല. പകരം പാറ പോലെ ഉറച്ച ഒരു മനസ്സാണ്. അതാണ് ഒന്നാമത്തെ ലക്ഷണം. നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. മറ്റുള്ളവർ തകർന്നുപോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ തളരാതെ നിന്നിട്ടുണ്ടോ? എല്ലാവരും ഇനി നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് കൈവിട്ടപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഏതോ ഒരു ശബ്ദം ഒന്നുകൂടെ ശ്രമിക്കൂ എന്ന് മന്ത്രിച്ചിട്ടുണ്ടോ? ചാണക്യൻ പറയുന്നു, വിഷാദോ വിഷവത് പരിത്യാജ മൈനസ്, അതായത് വിഷാദത്തെ വിഷം പോലെ ഉപേക്ഷിക്കണം. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായി നിന്നാലും സർവസ്വവും നഷ്ടപ്പെട്ടാലും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പ്രപഞ്ചത്തിന്റെ ആ വലിയ ശക്തി നിങ്ങളുടെ കൈപിടിക്കുന്നുണ്ട്. നിങ്ങളെ വലിയൊരു വിജയത്തിനു വേണ്ടി പാകപ്പെടുത്താൻ ദൈവം നൽകുന്ന പരീക്ഷണങ്ങളാണിവ. ഈ തളരാത്ത പോരാട്ടവീര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. വരാനിരിക്കുന്ന വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനാണ് നിങ്ങൾ. ലക്ഷണം 2. ഏകാന്തതയിലെ സമാധാനം, പീസ് ഇൻ സോളിറ്റ്യൂഡ്. രണ്ടാമത്തെ ലക്ഷണം കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. അത് ഏകാന്തതയെ സ്നേഹിക്കാനുള്ള നിങ്ങളുടെ കഴിവാണ്. ഭൂരിഭാഗം ആളുകളും ഒറ്റയ്ക്കാകുമ്പോൾ ഭയപ്പെടുന്നു. അവർക്ക് എപ്പോഴും ആരെങ്കിലുമൊക്കെ കൂട്ടിനുണ്ടാകണം, അല്ലെങ്കിൽ ഫോണിലോ സോഷ്യൽ മീഡിയയിലോ മുഴുകണം. എന്നാൽ ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കൂ. തനിയെ ഇരിക്കുമ്പോഴും നിങ്ങൾ സമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുമായി സംവദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അത് ഈശ്വരൻ നൽകുന്ന വലിയൊരു ലക്ഷണമാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ എപ്പോഴാണോ പുറംലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്നത്, അപ്പോഴാണ് പ്രപഞ്ചത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. വലിയ ലക്ഷ്യങ്ങളുള്ളവർക്ക് ദൈവം നൽകുന്ന ഒരു പ്രത്യേകതയാണിത്. മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, ദൈവം നിങ്ങളെ അനാവശ്യ ബന്ധങ്ങളിൽ നിന്നും ചതിക്കുഴികളിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തത നിങ്ങളെ വലിയൊരു മാറ്റത്തിന് തയ്യാറെടുപ്പിക്കുകയാണ്. തനിയെ നടക്കാനും തനിയെ ചിന്തിക്കാനും ഭയമില്ലാത്തവന്റെ കൂടെ എന്നും ദൈവമുണ്ടാകും. ലക്ഷണം 3. മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാനുള്ള മനസ്സ്, കമ്പാഷൻ ആൻഡ് ഇൻറ്റ്യൂഷൻ. മൂന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്തുവെക്കേണ്ട ഒന്നാണ്. മറ്റുള്ളവരുടെ വേദന വാക്കുകളില്ലാതെ തന്നെ തിരിച്ചറിയാനുള്ള നിങ്ങളുടെ കഴിവ്. ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കൂ. തന്റെ മാത്രം ലാഭത്തിനു വേണ്ടി ജീവിക്കുന്നവർക്കിടയിൽ മറ്റൊരാളുടെ കണ്ണുനീർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സറിയാതെ ഒന്ന് പിടയുന്നുണ്ടെങ്കിൽ, ഒരു മിണ്ടാപ്രാണിയുടെ വിശപ്പ് പോലും നിങ്ങളെ അസ്വസ്ഥനാക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പിച്ചോളൂ, ദൈവം നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആരെങ്കിലും ഒരാളെ സഹായിക്കണമെങ്കിൽ പ്രപഞ്ചം ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ശുദ്ധമായ മനസ്സുള്ളവരെയാണ്. ലോകം നിങ്ങളെ പാവം എന്നോ വിഡ്ഢിയെന്നോ വിളിച്ചേക്കാം. പക്ഷേ നിങ്ങളിലൂടെ ഒഴുകുന്നത് ദൈവത്തിന്റെ കാരുണ്യമാണ്. മറ്റൊരാളെ സഹായിക്കാൻ നിങ്ങൾക്ക് തോന്നുന്ന ആ നിമിഷം നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഉപകരണം, ഇൻസ്ട്രുമെന്റായി മാറുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഈ നന്മയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷണം. ഈ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ കാലം നിങ്ങൾക്കു വേണ്ടി കാത്തുവച്ചിരിക്കുന്നത് അവിശ്വസനീയമായ പ്രതിഫലങ്ങളായിരിക്കും. ലക്ഷണം 4. തടസ്സങ്ങൾ അനുഗ്രഹമായി മാറുന്നത്, ഓബ്സ്റ്റക്കിൾസ് ആസ് ഹിഡൻ ബ്ലെസ്സിങ്സ്.
നാലാമത്തെ ലക്ഷണം ഏറ്റവും വിചിത്രമാണ്, എന്നാൽ ഏറ്റവും സത്യവുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ തടസ്സം വരുമ്പോൾ അതിലൂടെ ദൈവം നിങ്ങളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് വരാം, അല്ലെങ്കിൽ ജീവശ്വാസം പോലെ സ്നേഹിച്ചവർ നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടാകാം. അന്ന് നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകും. പക്ഷേ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അന്നത് നടക്കാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ ഞാനിന്ന് ഈ നിലയിൽ എത്തില്ലായിരുന്നു. ചാണക്യൻ പറയുന്നു, ഭാഗ്യം പിന്തുടരുന്നവന് ദൈവം ആദ്യം നൽകുന്നത് നഷ്ടങ്ങളാണ്. ആ നഷ്ടങ്ങളിലൂടെ നിങ്ങളുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കി നിങ്ങളെ കൂടുതൽ കരുത്തനാക്കുകയാണ് പ്രപഞ്ചം ചെയ്യുന്നത്. വീഴാൻ പോകുന്ന കുട്ടിയെ അമ്മ പിടിച്ചു മാറ്റുന്നതുപോലെ മോശമായ ഒന്നിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ ദൈവം നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ വയ്ക്കുകയാണ്. നിങ്ങളുടെ പരാജയങ്ങൾ പോലും ഭാവിയിലെ വലിയ വിജയത്തിനുള്ള ചുവടുവെപ്പുകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ദൈവത്തിന്റെ നേരിട്ടുള്ള സംരക്ഷണം നിങ്ങൾക്കുണ്ട്. ലക്ഷണം 5. സുഹൃത്തുക്കളെ, നമ്മൾ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ 5ാമത്തെ ലക്ഷണത്തിലേക്ക് എത്തുകയാണ്. ഇത് മറ്റാരും നിങ്ങളോട് പറഞ്ഞുതരില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ ശബ്ദം, ദ ഇന്നർ വോയ്സ്. ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ, ബുദ്ധികൊണ്ട് ചിന്തിച്ചാൽ ഒരു വഴിയും കാണാത്തപ്പോൾ, നിങ്ങളുടെ മനസ്സിന്റെ ഒരു കോണിൽ നിന്ന് ആരോ മന്ത്രിക്കുന്നതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പേടിക്കണ്ട, എല്ലാം ശരിയാകുമെന്ന്. അല്ലെങ്കിൽ ഒരു പുതിയ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആരോ നിങ്ങൾക്ക് ധൈര്യം തരുന്നതുപോലെ തോന്നിയിട്ടുണ്ടോ? ചാണക്യൻ പറയുന്നു, ആത്മവത് സർവഭൂതേഷു. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നത് പുറത്തുനിന്നല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലിരുന്നാണ്. നിങ്ങളെടുക്കുന്ന ഓരോ ശരിയായ തീരുമാനത്തിനു പിന്നിലും, നിങ്ങളെ അപകടങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആ തോന്നലിന് പിന്നിലും പ്രവർത്തിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ആ മഹാശക്തിയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ലോകം കരുതുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ അങ്ങേയറ്റത്തെ സമാധാനവും ധൈര്യവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തുകയാണ്. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായി നിന്നാലും നിങ്ങളുടെ ഉള്ളിലെ ആ ശബ്ദം നിങ്ങളോടൊപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോൽക്കാൻ കഴിയില്ല. കാരണം അത് വെറുമൊരു തോന്നലല്ല, അത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്, കരുതലാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചർച്ച ചെയ്ത ഈ 5 ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ഒത്തുനോക്കൂ. ചാണക്യൻ പഠിപ്പിച്ചതുപോലെ ഭൗതികമായ നേട്ടങ്ങളെക്കാൾ വലുതാണ് ആത്മീയമായ ഈ കരുത്തുകൾ. ഇവയിൽ 1-2 ലക്ഷണങ്ങൾ പോലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ കടന്നുപോകുന്ന കഷ്ടപ്പാടുകൾ വെറുതെയല്ല. അവ നിങ്ങളെ ഒരു വലിയ വിജയത്തിനു വേണ്ടി പാകപ്പെടുത്താൻ പ്രപഞ്ചമൊരുക്കുന്ന വഴികളാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും കരുതരുത്. ആ വലിയ ശക്തിയുടെ തണലെന്നും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ നന്മയും തളരാത്ത പോരാട്ടവീര്യവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ധൈര്യവും ചിന്തയും നൽകിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് ഷെയർ ചെയ്യുക. ഈ 5 ലക്ഷണങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയൊരു പ്രചോദനമാണ്. ഇതുപോലുള്ള പവർഫുൾ വീഡിയോകൾ ഇനിയും കാണാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തു വയ്ക്കുക. പുതിയൊരു അറിവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.